ബ്രിട്ടാസ് MP ആയി തീരുമാനിക്കപ്പെട്ട ഘട്ടത്തിൽ ബ്രിട്ടാസിനെ കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആളുകൾ ഉന്നയിച്ചു. അദ്ദേഹം ഒരു പ്രത്യേകമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് MP ആയി പോവുകയാണ്. പിണറായി വിജയന്റെ ഒരു ആശ്രിതനായി നിന്നുകൊണ്ട് കിട്ടിയ ആനുകൂല്യമാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വേദികയിലേക്ക് അയക്കേണ്ടത് പോലുള്ള വിമർശനം പല ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സമീപകാലത്തെ ബ്രിട്ടാസിന്റെ പാർലമെന്റ് പെർഫോമൻസ് നോക്കിയാൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ മലയാളത്തിന്റെ ശബ്ദം ഈ കേരളം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ ശബ്ദം പ്രതിഫലിപ്പിക്കേണ്ട ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം മനോഹരമായി പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന ഘട്ടത്തിലും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ഘട്ടത്തിലും ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന്റെ പ്രതിനിധികൾക്കും സഭയിലുണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഈ കൊണ്ടാടുന്ന രാമൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരുടെ രാമനല്ല എന്ന്, അത് ഹിന്ദുത്വത്തിന്റെ നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ രാമനാണ് എന്ന് ഉറക്കെ പറഞ്ഞ ആളാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഭയം ഉണ്ടായില്ല എന്നത് പ്രത്യേകം കാണണം. ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് വഖഫ് ബില്ലിന്റെ പേരിൽ മതങ്ങളെ വിഭജിക്കാനുള്ള പരിപാടിയാണ്, ഞങ്ങൾ അതിനെതിരാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് മടി കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ എന്റെ മുന്നിലെ പ്രതിപക്ഷ ബെഞ്ചിൽ ഒരു കലാപ സമയത്ത് നിങ്ങൾ അക്രമത്തിന് തയ്യാറായിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. നിഷ്പക്ഷതയും നിഷ്കളങ്കതയും നടിക്കുന്ന ആളുകളാണ് പ്രതിപക്ഷ ഈ ഭരണപക്ഷ ബെഞ്ചിൽ BJPയുടെ ബെഞ്ചിലിരിക്കുന്ന പലരും അദ്ദേഹം തുറന്നു പറയുന്നു. അത് നോക്കൂ, ഒരു സിനിമയിലെ അക്രമകാരിയായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം നേരിട്ട് റെഫർ ചെയ്യാണ്. നിങ്ങൾ ഈ മുന്നിരിക്കുന്ന BJPക്കാരിൽ പലരും അതാണെന്ന് പറയുന്നത് ഒരു മടിയും കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റാൻ സ്വാമിയെക്കുറിച്ചും ഗ്രഹാം സ്റ്റെയിനെ കുറിച്ചും മണിപ്പൂരിനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സ്വന്തം പേര് ജോൺ ബ്രിട്ടാസ് ആണെന്ന്, എൻ്റെ മതസ്വത്വം അങ്ങനെ പരിശോധിച്ചാൽ ഞാനൊരു ക്രിസ്ത്യൻ മത പേരുള്ള ആളാണ് എന്നത് അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പോയ മറ്റ് പല MP മാരെയും പോലെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല. അത് പറയാൻ അദ്ദേഹം ഉറക്കെ പറയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവരല്ലേ, നിങ്ങൾ ജബൽപൂരിൽ ആക്രമണം നടത്തിയവരല്ലേ, നിങ്ങൾ ക്രിസ്ത്യൻ സ്നേഹം പറയണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ മതസ്വത്വമോ അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന് തടസ്സമാകുന്നില്ല. അതുകൊണ്ട്